ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബർത്ത്ഡേ ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പൊ നാളെയാണ് മോൻട്ടന്റെ ബർത്ത്ഡേ, അതായത് സൺഡേ. അപ്പം മറ്റന്നാളാണ് എൻ്റെ ബർത്ത്ഡേ, മൺഡേ ആണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ. അപ്പം മൺഡേ ഞങ്ങൾ രണ്ടുപേരും പുതിയ ഉടുപ്പ്, ചെരുപ്പ് എല്ലാം ഇട്ടിട്ട് മുട്ടായും കൊണ്ട് നാളത്തെ ബർത്ത്ഡേക്ക് ഷോപ്പിങ്ങിന് പോവാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ കേട്ടോ. അപ്പൊ എല്ലാവരും പോയി റിപ്പബ്ലിക് ഡേ കാണണേ. അപ്പൊ നമുക്ക് നേരെ ഷോപ്പിങ്ങിന് പോവാം. അപ്പൊ അതേ നമ്മള് ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ അണ്ണനോട് പറഞ്ഞ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം, കാരണം സമയം 12:30 ആവാൻ പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോറൊന്നും വെച്ചില്ല. ഇന്നലെ ഞങ്ങള് പിന്നെ നിർത്താനും പാടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. അതുപോലെ ഇന്നലെ നമുക്ക് ഫ്രീ ആണല്ലോ. അങ്ങനെ ഇന്നലെ പൊന്നൂസിനെ മോണ്ടനെയും കൊണ്ട് കാറ വീട്ടിൽ പോയി. രാത്രിയാണ് ഞങ്ങൾ വന്നത്. അവിടെ അപ്പുറമുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ കളിക്കും, ബഹളം വെച്ചു, അങ്ങനെ ആയിരുന്നു. ഞാനും പിന്നെ അപ്പുറത്തെ അവിടെ എവിടെയുള്ള കൂട്ടുകാരോട് സംസാരിച്ചൊക്കെ അങ്ങനെ സമയം പോയി. പിന്നെ വന്നിട്ട് കിടന്ന് ഉറങ്ങി താമസാണ് എന്റെ. പിന്നെ നമുക്ക് തൂക്കൽ തുടക്കൽ നമ്മള് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം ഇന്ന് ഫ്രീ അല്ല. അപ്പൊ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. പരാതിയായിരുന്നു, മാത്രം സംസാരിച്ചെന്ന്. അവരോട് പറ നാളെ ബർത്ത്ഡേ സംസാരിക്കാൻ കൊടുക്കുമ്പോ അവൻ നാണിച്ചിരിക്കും. നാളെ എന്റെ റിപ്പബ്ലിക് ഡേക്കാണ് എന്റെ ബർത്ത്ഡേ. പക്ഷെ നാളെ സ്കൂളിൽ മിഠായി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പൊന്നുന്റെ ബർത്ത്ഡേക്ക് കൊടുക്കും. അപ്പൊ ഗൈസ്, എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ ബർത്ത്ഡേ മൺഡേ. ഗൈസ് എല്ലാ ബർത്ത്ഡേ റിപ്പബ്ലിക് ഡേ തന്നെയാണല്ലോ. ഗൈസ് ചില ബർത്ത്ഡേക്ക് ഇവനാണ്. ഞാനൊന്ന് പറയട്ടെ, അപ്പൊ ഞാനൊന്ന് പറയട്ടെ. കാരണം വെച്ചാല് രണ്ടുപേരുടെയും ഇന്നും നാളെ ആയതുകൊണ്ട് ഇന്നേ ദിവസം ഞങ്ങൾ ആഘോഷിച്ചിട്ട് പിറ്റേ ദിവസം സ്കൂളിലും രണ്ടുപേരെയും പുത്തനൊക്കെ ഇട്ട് മുട്ടായി വാങ്ങിച്ചു. ട്യൂഷൻ ക്ലാസ്സിൽ അവസരം ഉണ്ട്. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ ഞങ്ങള് കേക്ക് വാങ്ങിച്ചു കൊടുത്ത് അവിടെ മുറിപ്പിക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ കിട്ടാറുണ്ട് അടുപ്പിച്ചടുപ്പിച്ച് 2 ദിവസം ആയതുകൊണ്ട്. അപ്പൊ ഇനി ആദ്യം നമ്മൾ എവിടെയാണേ പോന്നേ? ബിരിയാണിക്കൊക്കെ ഉള്ള സാധനം വാങ്ങാനോ അതോ ഫ്രണ്ട്സ് മോനുട്ടന്റെ ആണ്. ഞാൻ പറയട്ടെ, സാധാരണ ഇവന്റെ ആണ് സാറ്റർഡേ ബർത്ത്ഡേ, എന്റെ ഞായറാഴ്ചയാണ് ബർത്ത്ഡേ. പക്ഷെ ഇന്ന് മാത്രമാണ് മൺഡേ ആയി പോയി. ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് നേരെ ചെലപ്പം പൊന്നിന് ഓൾറെഡി വാങ്ങിച്ചോട്ടോ. മോനുട്ടനെ ചെലപ്പം ബർത്ത്ഡേക്ക് പൊന്നുണ്ടത് ബുധനാഴ്ച ആയിട്ടായിരിക്കും ജനുവരി തുടങ്ങുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇവളുടെ ഞായറാഴ്ച ആവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, കാരണം നിങ്ങൾ ഊഹിച്ചെടുത്തോണം. മോനുകുട്ടൻ എന്താ ഉദ്ദേശിച്ച റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ അവര് പ്രാക്ടീസ് ചെയ്യുന്ന ശബ്ദങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കാം. ബാൻഡടി ശബ്ദം നോക്കി. അപ്പൊ നമുക്ക് നേരെ കടയിൽ പോവാം. പുനലൂർ ടൗണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അതേ ഗവൺമെൻറ് സ്കൂളിൻ്റെ താഴെയുള്ള ഒരു കടയിൽ കയറി. അവിടെ നിന്ന് അണ്ണന് ചെരുപ്പെടുത്ത് മോനുകുട്ടന് സെറ്റായില്ല. അപ്പോൾ അത് ഇറങ്ങാൻ നേരം അവിടെ ഒരു കുഞ്ഞി പട്ടി കിടക്കുന്നു. കുഞ്ഞി പട്ടിയല്ല, അമ്മപ്പട്ടിയാണ്. അപ്പോൾ അമ്മപ്പട്ടി കിടക്കുന്നതാണ് മോനുകുട്ടനും പൊന്നൂസും പറയണ വീഡിയോ എടുക്കാൻ. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് നമ്മൾ ക്രോസ് ചെയ്ത് വന്നിട്ട് ഒരു കടയിൽ കയറി. അവിടെ ഒരു 3-4 ചെരുപ്പ് നോക്കി. ഞാനും അതിനിടയിൽ കുറേ ചെരുപ്പ് നോക്കി. അപ്പോൾ അണ്ണ എന്നോട് പറഞ്ഞു, നിനക്കല്ലേ കഴിഞ്ഞ ദിവസം മാക്സിൽ നിന്നൊരു ചെരുപ്പ് വാങ്ങിച്ചതെന്ന്. അപ്പം ഞാനത് അതുപോലെ അവിടെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മോനുകുട്ടനെ അവനും ഇഷ്ടപ്പെടണം, അതാണ് പ്രധാന പ്രശ്നം. അയ്യോ മൈക്കില്ല, മുത്തുമണീസൊന്നും പറയണ്ട ഫ്രണ്ട്സ്. അപ്പൊ അതേ മോനുട്ടന്റെ ചെരുപ്പും അത്താടെ ചെരുപ്പും അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അമ്മ ഈ ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്ന വള്ളി മോണക്കത്തെ സംഭവം ഇങ്ങനെ ഇടത്തില്ലേ, ആ സംഭവമൊക്കെ മേടിക്കാം. ഓക്കെ ഗൈസ്, ഇനി വല്ല തിന്നുന്ന ബർത്ത്ഡേ പാർട്ടിക്ക് നമുക്ക് പോവാം. ക്ഷീണം നമ്മൾ ഒരുപാടൊന്നും പോയില്ല, ഇനിയും ഉണ്ട് ഷോപ്പിംഗ്. അപ്പൊ 1 മണിയായി ഫ്രണ്ട്സ്. അപ്പൊ ചോറ് കഴിക്കാൻ
പിന്നെ ബിരിയാണി വെക്കാനുള്ള സംഭവമൊക്കെ വെക്കണം. വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് നമുക്ക് നേരെ സീറ്റിലോട്ട് പോയി ഇരിക്കാം. കുട്ടിക്കുരുന്നുകളൊക്കെ വീഡിയോ കാണുന്നത് നമ്മുടെ പൊന്നൂസിനെ മോണ്ടനെയും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്ക വീഡിയോസിനും കമൻറ്റാണ് ഞാൻ പൊന്നൂസിനെ മോണ്ടനെ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ലെന്ന്. അതുകൊണ്ട് ഞാൻ മൈക്ക് അവരുടെയെല്ലാം കൊടുത്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വന്ന കടയിൽ സോങ് ഇട്ടിട്ടുണ്ട്, ഫിലിമിൻ്റെ സോങ് ഇട്ടിട്ടുള്ള കാരണം നമുക്ക് കോപ്പിറൈറ്റ് അടിച്ച് കയറിയും വരും. അതുകൊണ്ട് ഞാൻ അവർക്ക് മൈക്കിങ് വാങ്ങിച്ച് ഓഫാക്കി വെച്ചിട്ട് ഇതേ സമാധാനത്തിൽ ചോറെണ്ണം. ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തു, 2 ബീഫ് ബിരിയാണി വാങ്ങിച്ചു. 2 ചോറ് മതി. എനിക്കും പൊന്നൂസിനും മോനുകുട്ടനും കൂടി ഒരു ചോറ് മതി കേട്ടോ. അണ്ണനൊരു ബിരിയാണി. ഞാൻ ചോറ് അധികം അങ്ങോട്ട് നമ്മൾ കഴിക്കത്തൊന്നുമില്ല, കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് വയറ് നിറയും. എനിക്ക് കറികളാണ് കൂടുതൽ വേണ്ടത്. വീട്ടിലാണെങ്കിലും തോരൻ അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് കൂടുതൽ വേണം. അങ്ങനെ ബിരിയാണി കഴിക്കുകയാണ്. ബിരിയാണി കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചോറ് കുറച്ച് വെന്തുപോയി. നമ്മളൊക്കെ ഈ ബിരിയാണിയുടെ ആൾക്കാരായതുകൊണ്ട് ഈ ബിരിയാണിക്കകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് പെട്ടെന്ന് അറിയാം. നമ്മൾ മിക്ക വിശേഷങ്ങൾക്കും ബിരിയാണിയാണ്, കല്യാണങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ ബിരിയാണിയല്ല കഴിക്കുന്നത്. അതുകൊണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടി കുറഞ്ഞൊക്കെ പോയാൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ബിരിയാണിയും കുടിച്ച് ഒരു പെപ്സിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ സ്മാർട്ട് ബസാറിലേക്ക് വന്നു കേട്ടോ, നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. പൊന്നൂസ് ഭയങ്കര കാര്യമായിട്ട് എന്തൊക്കെയോ പറയുമായിരുന്നു ഫ്രണ്ട്സ്. പക്ഷേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, മൈക്ക് ഞാൻ ഓണാക്കാതാണ് കൊടുത്തത്. നമ്മൾ അകത്ത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അണ്ണൻ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു മൈക്ക് ഓണാണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് അറിയുന്നത് മൈക്ക് ഓണല്ലെന്ന്. അപ്പോൾ അതേ നെയ്യ് വാങ്ങിച്ചു. അപ്പം ഞാൻ നെയ്ച്ചോറ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നെയ്യ് കുറച്ച് വീട്ടിലും കൂടി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഒരുപാട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അത്യാവശ്യമായ സാധനങ്ങൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വെക്കുന്നതാണ് ഇഷ്ടം. ഒരുപാട് വാങ്ങിച്ചു വെച്ചാൽ ചിലപ്പം അതവിടെ ഇരുന്ന് പോകും കേട്ടോ. ബിരിയാണി അരിയുടെ സെക്ഷനിലേക്ക് പോയി. ബിരിയാണി അരി അണ്ണൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി അരി എടുത്തു. അത് കഴിഞ്ഞ് പപ്പടം തികയാത്തൊരു സാധനമാണ് ബിരിയാണി റൈസ് എടുത്തു. അണ്ണൻ ഇഷ്ടമുള്ള ബിരിയാണി റൈസ് ഇട്. നെയ്ച്ചോറിനുള്ള അരി ഇട്. ഇന്ത്യ ഗേറ്റ്. തൈര് ഒരു തൈര്, നാനാ മിൻറ്റ് പുതിന അതൊക്കെ ഇച്ചിരി എടുത്തോ എവിടെയെങ്കിലും നോക്കൂ. അമ്മ അതാണ്ടാണ് മല്ലിയില്ല. അവർ വേണോ? കറിവേപ്പില വേണ്ട കേട്ടോ, നമുക്ക് അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. സ്ട്രോബെറി വേണോ? ഓഫറുണ്ട് സ്ട്രോബെറി. ഇനിയും നമുക്ക് ചലഞ്ച് ഒക്കെ വരുവാണെങ്കിൽ യൂസ് ചെയ്യാം. അല്ലല്ല ഇപ്പൊ കഴിക്കാൻ വേണോ? അന്നേരം നമുക്ക് വേറെ വാങ്ങാം. ഇത് നല്ല ഇത് കൊള്ളാം. അപ്പൊ നമ്മള് 2 പാക്കറ്റ് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, സവാള അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കണം. ഇതിൻ്റെ ആ കവർ ഇവിടെ കാണുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ അതെടുത്ത് നമുക്കെടുത്ത് വെക്കാമായിരുന്നു. അപ്പൊ ഗൈസ് ആ മേളിലിരിക്കുന്ന ആ പച്ച സംഭവത്തിനെയാണ് പറയുന്നത് ബ്രോക്കോളി. കുറച്ച് മതി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ സവാള, തക്കാളി എടുത്തോണ്ടേ. ഇനി സവാള വേണേ. മോനൂട്ട് സവാള കണ്ടുപിടിച്ചേ. അമ്മ ഇത് കണ്ടോ? സവാള എവിടാന്ന് കണ്ടുപിടി. ചോക്ലേറ്റ് ഇങ്ങോട്ട് വന്നേ. ഓ ഇത് കണ്ടോ? ഇതിനകത്തൊക്കെ അടിക്കുന്ന വെള്ളവാ. പന്നിലാവാതിരിക്കാൻ വേണ്ടിട്ട്. അമ്മ മാംഗോ ഫ്ലേവർ തൈര് വേണോ? വേണ്ട. സവാളയെന്ന് തൂക്കി വെച്ചേക്കുവാണ്. നന്നായത് അതിന് വീണയാണോ? അല്ലെങ്കിൽ ആവശ്യത്തിന് എടുക്ക്. ആണോ? എന്റെ ചക്കര കണ്ടുപിടിച്ചേ. വെളുത്തുള്ളി എടുത്തിട്ട് ഇതാണ് സവാള വേണ്ട. ഇതാണ് കൊറിയൻസ് നൂഡിൽസ് കേട്ടോ. ഇതും ഈ സ്പൈസി നൂഡിൽസും ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഇതിന് ഭയങ്കര എരിവാണ് കേട്ടോ. ചെറുള്ളി വേണ്ട മതി. ഇത് ചീസി നൂഡിൽസ് ആണ്. മുളക് ഇത്തിരി, ഒരു 100 ഗ്രാം പച്ചമുളകേ. ഇത്രയും വേണ്ട. എവിടുന്ന് എടുത്തേ? ഇവിടുന്ന്. അതൊരുമാതിരി. ഓ കാണിച്ചോ, വെരി ഗുഡ്. ഇത് പപ്പടോ പൊന്നെ? ഇത് വേണോ? സ്കൂളിൽ സ്നാക്സ് ആയിട്ട്. ഇതൊക്കെയോ? എത്ര? ഓക്കെ എടുത്തോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് ഡസ്റ്റ്ബിൻ ആണ്. ഡസ്റ്റ്ബിൻ അമ്മ അച്ചുവിനുള്ള ഡസ്റ്റ്ബിൻ അത്. പൊന്നൂന് ഇത് മതിയെന്ന് ഈ മുട്ടായി. അന്ന ഒരു കാര്യം ചെയ്യും, 2 ഫ്ലേവർ എടുക്കും. മോനുകുട്ടൻ ഇതും പൊന്നൂന് അതും. ഒരേ മുട്ടായി മതി എന്നാ? ഓ അത് കഴിഞ്ഞ് പിന്നെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പലിനൊക്കെ പോയി കൊടുക്കണ്ടേ?
അപ്പൊ നമുക്ക് ബാലൻസ് വരുവാണെങ്കിൽ നമുക്ക് ട്യൂഷൻ ക്ലാസ് കൊടുക്കാം. ഒരു ഗാലക്സി എടുത്തോ, നോക്കി എടുക്കണം പൊന്നു, കാരണം അതാണ് നമ്മളെ ഒട്ടിച്ച് വെച്ചേക്കുന്ന പോകും കേട്ടാ. 2 പേരുള്ളതുകൊണ്ട് ഭാഗ്യം. പതുക്കെ പതുക്കെ മോനുണ്ടാ. ഇതെന്തുവായിരുന്നു? അവിടെ ബില്ലടിച്ച് കഴിഞ്ഞ സാധനങ്ങള് നമ്മുടെ കവറിൽ ഇട്ടോണ്ടിരിക്കുകയാണ്. പോവാത്ത സാധനങ്ങള് വേണം അടിയിലിടാൻ, ബാക്കിയൊക്കെ മേളിലിടണേ. അതിങ്ങോട്ട് എടുത്തിട്ട് മോനൂട്ടാ. അമ്മ ഇങ്ങോട്ടൊന്ന് നോക്ക്. നമ്മൾ മേടിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? പൊന്നൂരും മോനോടും ബലൂൺ മേടിച്ചില്ല. ഇതിന്റെ അകത്താണ് എന്റെ ഡാൻസ് ക്ലാസ്. ഡാൻസ് ക്ലാസ് ആണ്. ഇനി നമുക്ക് ഭയങ്കര വെയിലല്ല പറഞ്ഞ പോലെ ഡാൻസ് ക്ലാസ് ഉണ്ട്. ഉണ്ട്. ഇനി നമുക്ക് ഇത് മേടിക്കണം. പൊന്നൂന് ഹെയർ ബാൻഡ് വാങ്ങാനുണ്ടായിരുന്നു, ഡ്രസ്സ് എടുത്തതിന്റെ. അത് കഴിഞ്ഞിട്ട് ബലൂൺ മേടിക്കണം. പിന്നെ ഞാൻ മാക്സില് പോയി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തോന്നു അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ദേഹത്ത് എങ്ങനെ ഇടുന്ന ഹാപ്പി ബർത്ത്ഡേയുടെ വള്ളി. ഇത് കുഞ്ഞു ഗാലക്സി അല്ലേ, കൊള്ളാം. മാക്സിൽ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്നാണ് പൊന്നൂസിന് മോനോടനൊക്കെ ഡ്രസ്സ് എടുത്തു. അത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെന്നായാലും എന്നാലും വീട്ടിൽ പോയിട്ട് ഞാൻ നിങ്ങളെ വിശദമായിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇങ്ങി വാ. ഇത് കൊച്ചു പിള്ളേരുടെ റോളിംഗ് സൈക്കിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റോളിംഗ് സൈക്കിൾ ചാർജ് കുത്തിയിട്ടിട്ട് ഓടിക്കുന്നത്. ഇത് കുഞ്ഞു കട കേട്ടാ. ബാ, തന്നെ ഓടും. നിന്നാ മതി. ബാ, ഹെയർ ബാൻഡ് വേണം, നമുക്ക് തന്നെ നോക്കാം. പൊന്നുതേ സ്കൂളിൽ ഇട്ടേക്കുന്ന ഡ്രസ്സിന് ഈ ഹെയർ ബാൻഡ് കേട്ടോ. ബലൂൺ അത്ത വിളിക്കുന്നു. ബലൂൺ ആണോ ഡെക്കറേഷൻ? ഓക്കെ. എല്ലാം കൂടെ വേണ്ട. തൊപ്പി കഴിഞ്ഞിട്ട് വാങ്ങിച്ചത് നമ്മുടെ ഷോക്കേസിൽ ഇപ്പോഴും വെറുതെ ഇരിക്കുന്നു. ഡെക്കറേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒക്കെ എടുക്കാം. ഇത് 2 എണ്ണം. 2 തൊപ്പി എടുത്തോ. ഈ ഒരു പൂ എടുത്തോ, നമുക്ക് പൊന്നു പിങ്ക് ബ്ലൂ ഇട്. ഇങ്ങനൊക്കെ എടുത്താ മതി. ഒരു ചേച്ചി ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറേ ബലൂൺ ചെയ്യാൻ മിക്സ് ചെയ്ത് എടുക്കണേ. ഇപ്പൊ നമുക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് പൊന്നൂന്റെ ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് എടുക്കാന്ന് ചോദിച്ചു. ഇപ്പൊ അതില്ലല്ലോ, അത്രയും വേണ്ട നമുക്ക്. ഇതെടുത്തോ. ഇനി മഞ്ഞ മതി. ടേബിൾ ഷീറ്റ്. ഓക്കെ. ഒരെണ്ണം എടുത്തു. ഇതെടുക്കണേ. ഇതല്ലേ കളറ്, നല്ല കളർ അല്ല, അതാവുമ്പോ നല്ല എടുത്തെറിയും. നീല കളറ്. അയ്യോ ഒരു 10. കളന്ന് ഫ്രണ്ട്സ്, ഇവിടെ ഞങ്ങളുടെ ഗാലക്സി തീറ്റിയാണ്. അപ്പം ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് പൊന്നൂൻ്റെ മോളുടെ ബർത്ത്ഡേ ഡ്രസ്സ് കാണിക്കാട്ടോ. അണ്ണൻ ദേ അവിടെ നിന്ന് ബലൂണും സാധനവും ഒക്കെ ബില്ലടിക്കുവാണ്. അവിടെ നിൽക്കാൻ ഇവർ സമ്മതിക്കണ്ടേ, പെട്ടെന്ന് ബഹളവും ഓട്ടവും അങ്ങനെ കയറി വന്നേ. ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ ഡ്രസ്സ് നിങ്ങളെ കാണിക്കാം. ഇത് പൊന്നൂനും മോനൂട്ടനും രാവിലെ നമ്മൾ ബർത്ത്ഡേ ആയതുകൊണ്ട് പുത്തനിടണം എന്നൊരു മൈൻഡ് എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ആണെങ്കിലും എനിക്ക് അങ്ങനെയാണ്. പക്ഷെ ഞാൻ എനിക്കെടുക്കുമ്പോൾ എല്ലാം കൊടുക്കും. അപ്പോൾ ഈ പൊന്നൂനും മോണ്ടനും കുളിച്ചിട്ടിടാൻ ബർത്ത്ഡേ അന്നത്തെ ദിവസത്തെ പുത്തൻ ഡ്രസ്സാണ്. വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് 2 ടീഷർട്ട്. പിന്നെ ഇതാണ് പൊന്നൂൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. കാണിച്ചോ. പൊന്നൂസിന്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഞാനിങ്ങനെ ഫ്രോക്കുകളൊന്നും എടുക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ വേറെ ഉണ്ട്. പിന്നെ പൊന്നൂന്റെയും മോനൂട്ടെ ബർത്ത്ഡേക്ക് ഷാദാന്റെ അമ്മ, എൻ്റെ അമ്മ, അണ്ണൻ്റെ അക്ക അങ്ങനെയൊക്കെ ഫ്രോക്ക് എടുത്തോണ്ട് വരും. അതേ ഉള്ളൂ, ഞാനായിട്ട് എടുക്കത്തില്ല കേട്ടോ. അപ്പം ഇതാണ് ബർത്ത്ഡേ ഡ്രസ്. പിന്നെ ഇതാണ് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബർത്ത്ഡേ ഡ്രസ്. പിറ്റേന്ന് നമ്മൾ തിങ്കളാഴ്ച, ഇത് പൊന്നൂൻ്റെയാ, തിങ്കളാഴ്ച നമ്മൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകത്തില്ലേ, അതിന് വേണ്ടി ഇത് നല്ല സുഖമുണ്ട്, പഞ്ഞി പോലെ. പക്ഷെ അതിനേക്കാളും സോഫ്റ്റ് ആണിത്. അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ജീൻസ് ആണിത്. ആംഗിൾ ലെന്തിന്റെ ഒരു ജീൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും പൊന്നൂന്റെ. സത്യം പറഞ്ഞാൽ തണുപ്പത്തുള്ള കാശ്മീരൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളാണ്. ഓക്കെ. പിന്നെ മോനുകുട്ടന്റെ ബർത്ത്ഡേ ഡ്രസ് ആണ് അടുത്തത്. ഇത് ഫുൾ സ്ലീവ് വരുന്നുള്ളൊരു ടീഷർട്ടാണ്, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ മോനുകുട്ടന്റെ ഇതിന്റെ സെറ്റ് ആയിട്ടുള്ള പാൻറ്.
ഇത് രണ്ട് മോനൂട്ടന്റെ ബർത്ത്ഡേ ഡ്രസ്. പിന്നെ മോനൂട്ടന്റെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള മോനുകുട്ടന്റെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സാണ്. ഇത് സോഫ്റ്റ് പാണ്ടൊക്കെ ഇട്ടോ ബാത്റൂമിൽ പോയിരുന്നു. ഇത് മോനുകുട്ടനെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ബർത്ത്ഡേ ഡ്രസ്സാണ്. അതിന്റെ കൂടെയുള്ള ബർത്ത്ഡേ ഡ്രസ്സിൽ പാന്റും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന പാന്റും അത് വീട്ടില് കുളിച്ചിട്ട് വീട്ടിലിടാം. അതെ, ഞങ്ങൾക്ക് ബർത്ത്ഡേ ഡ്രസ്സിന്റെ പാന്റും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സിന്റെ പാന്റും ഇത്രേ ഉള്ളു. അതിൽ പിന്നെ അണ്ണന്റെ 2 പാന്റായിരിക്കുന്നത്. അപ്പൊ കുളിച്ചിട്ട് വീട്ടിലിടാൻ. അല്ല, പിന്നെ ഇത് കുളിച്ചിട്ട് വീട്ടിലിടാൻ ഉള്ള ഡ്രസ്സ്, ടീഷർട്ട്. ഓക്കെ, അത് തന്നെ. നാളെ രാവിലെ ഇത് കുളിച്ചിട്ടിട്ട് നമ്മൾ കേട്ടോ. അപ്പൊ ഗൈസ് നാളെ ആവാൻ ഞങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് ആണ്. എക്സൈറ്റ്മെന്റ് എന്നാണ് പൊന്നസോ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം എൻ്റെ പൊന്നിനെയും മോനൂട്ടനെയും വിഷ് ചെയ്ത എല്ലാവർക്കും ലവ് യു സോ മച്ച്. അപ്പം നമുക്ക് ബർത്ത്ഡേ വ്ലോഗായിട്ട് കാണാം. ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ താഴെയുള്ള ബെൽ ബട്ടനും ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്യണേ.